നമ്മള് ജോക്കിയുടെ അണ്ടർവെയർ ഇടും, വില കൂടിയ വാച്ച് നമ്മളെ കയ്യിൽ കിട്ടും, നമ്മൾ നല്ല വില കൂടിയ ഷർട്ട് ഇടും. പക്ഷെ നമ്മൾ അകത്ത് ചെല്ലുന്ന ഫുഡിന്റെ വില കുറഞ്ഞിരിക്കണമെന്നുള്ളൊരു ധാർഷ്ട്യം അത് എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ്. ആൾക്കാർക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാതി എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹം ആൾക്കാരുണ്ട്. നമ്മളെ ബന്ധങ്ങളിലുള്ളവര് ചിലര് നമ്മുടെ ശത്രുക്കളാണ്. കാറ് തല്ലി തീർത്തത് വീട്ടിലിരിക്കണ എന്റെ അമ്മയ്ക്ക് അറിയണം. എനിക്ക് അത് ഭയങ്കരമായിട്ട് എനിക്ക് കാരണം എന്റെ അമ്മയെ ലൈക്ക് അങ്ങനെയൊക്കെ പറയണത് വളരെ അത് ശുദ്ധ പോകരുത്തിലാണ്. അങ്ങനെ ആരോട് സംസാരിക്കല്ലോ. പട്ടിണി കിടക്കേണ്ടെന്ന് കൂടി ഞാൻ ആ കാർ കൊടുക്കില്ല. അത് ഞാൻ അത്രയും ആ കാർ ഞാനും തമ്മിലുള്ളൊരു ബന്ധം കണക്ഷൻ ഉണ്ട്. ഞാൻ കമ്മിറ്റഡ് അല്ല, ഞാൻ കാഷ്വൽ റിലേഷൻഷിപ്പ് മാത്രം നോക്കി എടുക്കുന്ന ഒരാളാണ്. ബർഗർ ആക്ച്വലി ഹെൽത്തി ഫുഡാണ് അല്ല. ബർഗറിന്റെ ഇൻഗ്രീഡിയൻസ് എനിക്കറിയത്തില്ല. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ടേണിംഗ് പോയിന്റ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കാർത്തിക്കാണ്. കാർത്തിക് ഇൻഫ്ലുവൻസർ ആണ്, ഫുഡ് ബ്ലോഗർ ആണ്, കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പുള്ളിനെ ട്രിവിയൻ ഫുഡി എന്നുള്ള പേരിലാണ്. അപ്പം കാർത്തിക് ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. കാർത്തിക്കിന്റെ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പം കാർത്തിക്, വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഈ ട്രിവിയൻ ഫുഡി എന്ന് പറയുന്ന ഒരു പേര് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ചൂസ് ചെയ്യാനുള്ള കാരണം? അത് എനിക്ക് ട്രിവാൻഡ്രം നമ്മുടെ നാട്ടിലെ നാട്ടിലുള്ളൊരു ഇഷ്ടം കൊണ്ട് ഞാൻ ചൂസ് ചെയ്യാറ്. ഞാനത് എടുക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ട്രിവിയൻ എന്ന് പറയുന്ന പേര് അങ്ങനെ ഒരു ഐഡിയസ് യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ ട്രിവിയൻ ഫുഡി എന്ന് പറയുന്ന ഒരു പേര് കൊണ്ടുവരികയും അതിനുശേഷം ട്രിവാൻഡ്രത്തുള്ള പലരും ട്രിവിയൻ എന്നുള്ള ഒരു പേര് ഏറ്റെടുത്ത് തുടങ്ങി. അതൊരു വലിയ പോസിറ്റീവ് ആയിട്ടൊരു നാടുമായിട്ടുള്ള, കാരണം നമ്മുടെ റൂട്ട് എപ്പോഴും നിൽക്കുന്നത് ഈ ഒരു സിറ്റിയിലാണ്. മാത്രമല്ല ട്രിവാൻഡ്രം സിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് ആസ് എ മലയാളി എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിറ്റിയും കൂടിയാണ്. എനിക്ക് ഈ സിറ്റിയോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ മാറിപ്പോകുന്നതും ഒന്നും വലിയ താല്പര്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സ്ഥലം ഇപ്പം ഒരുപാട് വ്ളോഗ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതില് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്ന് പറയാൻ പാകത്തിന് എന്തെങ്കിലും ഉണ്ടോ? ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഇതാവാറുണ്ട്. കാരണം രുചി ഓർമ്മകളെക്കാളും കൂടുതൽ ഈ നമുക്ക് ഈ രുചി സെർവ് ചെയ്യുന്ന ആൾക്കാരുടെ ലൈഫ് സ്റ്റോറീസ് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യാറുണ്ട്. അതായത് നമ്മൾ പലരെയും പല സിറ്റുവേഷനിൽ കാണാറുണ്ട്. പലരുടെയും അപ്പ് ആൻഡ് ഡൗൺസ് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നതാണ്. അതായത് പല ബിസിനസ്സുകളും അല്ലെങ്കിൽ പല ചെറുകിട സംരംഭങ്ങളും ഒന്ന് വലിയ രീതിയിലോട്ട് പോകുന്നു. അപ്പോൾ അവരുടെ ഒരു ജേണിയുടെ ഭാഗമാവാനായിട്ട് നമുക്ക് പറ്റുകയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ. ഇപ്പം തിരുവനന്തപുരത്താണെങ്കിലും ഒരുപാട് ഫുഡൊക്കെ ഉള്ള ഒരുപാട് റെസ്റ്റോറന്റ് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ഓപ്പൺ ആവുന്നുണ്ട്, ഇപ്പോഴുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്കൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം. ഈ ഹെൽത്തി ഫുഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും കൊടുക്കുന്ന ഫുഡ് ഹെൽത്തി ആണെന്ന് ഒരിക്കലും എനിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇൻഗ്രീഡിയൻസിലാണെങ്കിലും ഈവൻ ഫുഡിന്റെ കാര്യത്തിൽ ആർക്കും ഏത് രീതിയിൽ വേണമെങ്കിലും കോംപ്രമൈസ് ചെയ്യാം. അവർ യൂസ് ചെയ്യുന്ന ഓയിലിന് പോലും പല ക്വാളിറ്റീസ് അവൈലബിൾ ആണ്. സോ എനിക്കൊരിക്കലും ഞാൻ ചെയ്തിട്ടുള്ള എല്ലായിടത്തിലേക്ക് അങ്ങനെയല്ല ഞാൻ പറയണത്. ഇപ്പം ബർഗർ ഹെൽത്തി ഫുഡാണോ അല്ലെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അല്ലാന്നും പറയും, പക്ഷെ ഇഷ്ടമാണ്. അതല്ല, ബർഗർ ആക്ച്വലി ഹെൽത്തി ഫുഡാണോ? അല്ല. ബർഗറിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? എനിക്ക് അറിയത്തില്ല. ഒരു സൈഡിൽ ഇത് ബർഗറിന്റെ അടുത്ത് നമ്മൾ ബന്നുണ്ട്, ഈ ബന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് ഈ ചിക്കൻ ഉണ്ടാവും. കട്ട്ലറ്റ് അല്ല, ചിക്കൻ. ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ, ചിക്കൻ ഉണ്ടാവും, അല്ലാതെ ലെറ്റ്യൂസ് ഉണ്ടാവും, ടൊമാറ്റോ ഉണ്ടാവും, പല സംഭവങ്ങളുണ്ടാവും. ഇത് സെപ്പറേറ്റ് കഴിക്കുമ്പോൾ ആർക്കും ഒരു പരാതിയില്ല. ബണ്ണ് അൺഹെൽത്തി ആണെന്ന് ആരെങ്കിലും പറയണുണ്ടോ? ഇല്ല. ഓക്കെ, ഈ ചിക്കൻ അൺഹെൽത്തി ആണെന്ന് പറയുന്നുണ്ടോ? ലെറ്റ്യൂസ്, തക്കാളിക്ക, ഒനിയൻ, ചീസ്. അപ്പോൾ ഒരു സാധനത്തിന് നമ്മളെടുത്ത് ഡിസ്മാൻഡിൽ ചെയ്ത് അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ ആർക്കും പരാതി പറയാം. പക്ഷെ അതൊരു ബർഗറായിട്ടാണുമ്പോൾ അവർ പറയുന്നത് ഇത് ഫാസ്റ്റ് ഫുഡാണ്, ജങ്ക് ഫുഡാണ്, മറ്റേയാണ് മറിച്ചാണ്, അൺഹെൽത്തി ആണ്, ഇത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ലൈക്ക് ഈ രീതിയിലുള്ള പലരുടെ ഒപ്പീനിയൻസ് ആണ്. മനസ്സിലായോ? അപ്പം ഇതിനകത്ത് അൺഹെൽത്തി എന്ന് പറയുന്ന ലൈക്ക് ഹെൽത്തി ഫുഡ് എന്ന് പറയുന്ന സംഭവം ക്ലെയിം ചെയ്യാനായിട്ടുള്ള ഒരു പരിജ്ഞാനം എനിക്കില്ല. എനിക്ക് ആ ഒരു അറിവില്ല. അതാണ് ഏറ്റവും വലിയ സംഭവം. ഇപ്പം നോർത്ത് ഇന്ത്യൻസിന്റെ ഒക്കെ വ്ളോഗ് കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പൊ അവരുടെയൊക്കെ സ്ട്രീറ്റിലൊക്കെ ഫുഡ് വെച്ച് കൈ കൊണ്ട് തന്നെ എടുത്ത് സെർവ് ചെയ്ത്, അപ്പം അത് കഴിക്കാൻ തന്നെ ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അത് നല്ല ഹെൽത്തി ആയിട്ടാണോ തോന്നുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഷൂട്ട് ചെയ്യാനും കവർ ചെയ്യാനൊക്കെ പോകുമോ? ഒരിക്കലും അത്തരത്തിലുള്ള വൃത്തികേടുകൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ സ്ട്രീറ്റ് ഫുഡ് കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യണില്ലെന്ന് ചോദിക്കും. ആൾക്കാർ തിരക്കൂട്ടുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ? ആൾക്കാർക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാതി എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹം ആൾക്കാരുണ്ട്. എവിടെ? നമ്മുടെ ഇന്ത്യയിലുണ്ട്. മലയാളികളല്ല പറയണം, നമ്മൾ മലയാളികൾ. എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ മാത്രമാണെന്ന് തോന്നുന്നു ആൾക്കാർ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഫുഡിനെ
എത്ര ഇതായിട്ട് കാണുന്നത്. കാണുന്നത്. കാരണം കേരളത്തിലാണ് ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ കേരളം ഒന്നാമതാണ് ഇപ്പോഴത്തെ ഈ റീസെന്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിനകത്ത് പറയുന്നത്. അപ്പം നോർത്ത് ഇന്ത്യയിലേക്ക് വെച്ചാൽ ആൾക്കാർ തിരക്കിട്ടൊരു ലൈഫാണ്. നിങ്ങൾ അവിടുത്തെ റോഡുകൾ പോലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ റോഡ് പോലും വളരെ ആൾക്കാർ അലക്ഷ്യമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അതായത് ഇവരെ എങ്ങനെയാണ് ഇവര് ജീവിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ അവരെ അപമാനിക്കാൻ പറയണല്ല, എന്റെ പോയിന്റ് ഓഫ് വ്യൂല് എനിക്ക് തോന്നിയ കാര്യമാണ്. അപ്പം അവര് ഇതിനൊന്നും കോൺഷ്യസ് അല്ല. അവർക്ക് വയറ് നിറയ്ക്കുക, പോവുക, ലൈക്ക് അങ്ങനെയുള്ള സംഭവം ചെയ്യാം. അതായത് എന്നെ പറയുന്നത് വെച്ചാല് നമ്മള് ജോക്കിയുടെ അണ്ടർവെയർ ഇടും. അതായത് വളരെ വില കൂടിയ അണ്ടർവെയർ അല്ലെങ്കിൽ നമ്മളൊരു വില കൂടിയ വാച്ച് നമ്മളെ കയ്യിൽ കിട്ടും, നമ്മൾ നല്ല വില കൂടിയ ഷർട്ട് ഇടും. പക്ഷെ നമ്മുടെ അകത്ത് ചെല്ലുന്ന ഫുഡിന്റെ വില കുറഞ്ഞിരിക്കണമെന്നുള്ളൊരു ധാർഷ്ട്യം അത് എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ്. അത് ഏറ്റവും വിലക്കുറവില് വിശപ്പ് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശപ്പ് എന്ന് പറയുന്ന നീടിനെ വിലക്കുറവില് കൺസിഡർ ചെയ്യണം. വിശപ്പ് മാറിയാൽ അതിന് 10 രൂപയ്ക്ക് എന്ത് കിട്ടിയാൽ ലൈക്ക് അങ്ങനെ ഇതിന് ആൾക്കാരുണ്ട്. വിലക്കുറവ്, അതായത് ഫുഡിന്റെ കോസ്റ്റ് ഒരു ഇതിന് ഇത്രയും വിലയാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് നമ്മുടെ ഇടയിലുണ്ട് ആൾക്കാർ. പക്ഷെ അതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അപ്പോഴും ചിന്തിക്കണം, നമ്മൾ 10,000 രൂപയുടെ ടീഷർട്ട് ഇടാൻ വില്ലിങ്ങാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക 10,000 രൂപയുടെ ഷൂ ഇടുന്നു. നമ്മൾ പുറമേ നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ ക്വാളിറ്റി ചെയ്യുന്നു. കാരണം എന്താണ്, നമ്മൾക്ക് ബാക്കിയുള്ള മുമ്പിൽ നമ്മൾ വളരെ പ്രസന്റബിൾ ആയിട്ട് ചെയ്യുന്നത്. നമ്മുടെ അകത്ത് പോകുന്ന സാധനം എന്താണ് ബോധേഡല്ല. അതിന് വേണ്ടിയിട്ട് ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാർബക്സ് കോഫി വാങ്ങിച്ച് കുടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ക്വാളിറ്റി ഫുഡിന് അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി മീറ്റ് ചെയ്യേണ്ട രീതിയിലുള്ള എക്സ്പെൻസ് ഒരു ഹോട്ടലിൽ ഉണ്ടാവും. അത് ഇത് പിന്നെ ഈ സ്ട്രീറ്റ് ഫുഡ് കൾച്ചറിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ലൈക്ക് അവർക്ക് ഒരു ദിവസം പറഞ്ഞ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ റെസ്റ്റോറൻറ്റ്സിനെക്കാളും കൂടുതലാണ്. മിഠായി തെരുവ് അൺഹൈജീനിക് ആണോ? അല്ല, ശരിക്കും മാതൃകയാക്കേണ്ട അതിനല്ലേ. മിഠായി തെരുവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? അതൊക്കെയാണ് സ്ട്രീറ്റ് ഫുഡ് കൾച്ചറിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഡൽഹിയിൽ പോയിട്ട് ഒരു സ്ട്രീറ്റിൽ പോയി നമ്മൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യമാണ്, അവൻ അടുത്ത് പോയി ബട്ടർ ചിക്കൻ കഴിച്ചു. അത് ഇന്ത്യയിലെ ഫേമസ് ബട്ടർ ചിക്കൻ ആണ് പറയുന്നത്. അതിന്റെ മേക്കിംഗ് വീഡിയോസ് ഒക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട്, എങ്ങനെയാണ് അവർ പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ഒരു ലൈവായിട്ട് ഒരു ബാബ ഇരുന്നിട്ട് ഈ പറയുന്ന ഒരു സാധനത്തിന് എടുത്തിട്ട് കാണുമ്പോൾ ആ പാത്രം പോലും നമുക്ക് ഒട്ടും എനിക്ക് പേഴ്സണലി അക്സെപ്റ്റബിൾ ആണ്. അത് കഴിച്ച് ഭയങ്കര പണി കിട്ടിയുള്ള സുഹൃത്തുക്കൾ എനിക്കറിയാം. അവരുടെ അടുത്ത് ഇപ്പോഴും പറയാം, ഡൽഹിയിൽ വരുമ്പോൾ ഈ ദൈവത്തെ കൊടുത്ത് ആ സാധനം വ്ലോഗ് ചെയ്യാനോ ട്രൈ ചെയ്യാനോ നിൽക്കരുത്. അങ്ങനെ കഴിച്ച് പണി കിട്ടിയുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ബ്രോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? എനിക്ക് പഴങ്കഞ്ഞിയാണ് ഇഷ്ടം. അത് ഈ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പറയണല്ല. ഈ എന്റെ റീസെന്റ് പഴങ്കഞ്ഞി വീഡിയോയില് ഒരു പെൺകുട്ടി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നീ പശു കാടി കുടിക്കുന്ന പോലെ പഴങ്കഞ്ഞി കുടിക്കുന്നു. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ആ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ശരിക്കും അങ്ങനെയാണ്, അതൊരു സ്വാതന്ത്ര്യമാണ്. പശു കാടി സീരിയസ്ലി പറയാലോ, ഒരു പുറത്തല്ല വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീഡമാണ്. നമ്മൾ എങ്ങനെ വാരി കഴിക്കുന്നു. കാരണം നമുക്ക് ഇത്രയും ഫ്രീഡം എടുത്ത് ടെംപ്ടേഷനിലൂടെ ഒരു സാധനത്തിന്റെ കൊതിയോടുകൂടി ലൈക്ക് ചുറ്റോട്ടൊന്നും ആൾക്കാർ നമ്മൾ കഴിക്കുന്നതിന്റെ സൈഡിൽ ലൈക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷ് പഴങ്കഞ്ഞിയാണ്. അതൊരു സത്യം. പഴങ്കഞ്ഞി എന്ന് വെച്ചാൽ എനിക്ക് പഴങ്കഞ്ഞിയുടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ വെച്ചാൽ മുളപ്പിച്ച പയറ്, തൈര്, കപ്പ, അതുപോലെ തന്നെ എനിക്ക് സൈഡായിട്ട് ഒരു മീൻ ഫ്രൈ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് മാങ്ങാച്ചാറ് മതി. എനിക്ക് വെജായിട്ടാണെങ്കിലും പഴങ്കഞ്ഞി കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ്. കാന്താരി മുളക്, തൈര്, പഴങ്കഞ്ഞി, ഉപ്പ്, അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അതിനുശേഷമുള്ള സമാധാനമായിട്ടുള്ള ഒരു ഉറക്കമുണ്ട്. ഈ പഴങ്കഞ്ഞി കഴിച്ചിട്ട് ഉറങ്ങണം, ലൈക്ക് ഒരു സാധനമുണ്ട്, അതൊരു പ്രത്യേക ഫീലാണ്. ഞാനൊക്കെ ഒരു ടൈമില് ഈ ജിമ്മിൽ പോകുന്നതിന് മുമ്പിട്ട് പഴങ്കഞ്ഞിയുടെ വെള്ളം രാവിലെ കുടിച്ചിട്ട് പോകും. വീട്ടുകാര് പറയുന്നത് കുടിച്ചിട്ട് പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്കത് തോന്നുന്നു, അതിലെനിക്ക് വിശ്വാസമില്ല. പക്ഷെ അത് കുടിക്കണം, അത് ലൈക്ക് അതൊരു എനർജി, അത് നല്ലൊരു എനർജിയാണ് അത് കുടിക്കാൻ. എങ്ങനെയാണ് ഈ ഒരു വ്ളോഗിംഗ് രീതിയിലോട്ട് വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങി ഇനിയിപ്പോ ഇങ്ങനെയായി മുന്നോട്ട് പോകാം എന്നുള്ളൊരു ചിന്ത എപ്പോഴാണ്? തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമായിട്ടിരിക്കുമ്പോൾ നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എങ്ങനെ നമ്മുടെ വരുമാനം കണ്ടെത്തും, നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഡിജിറ്റൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറാണ്. ഞാൻ നിങ്ങളൊക്കെ ഇരിക്കുന്നത് വെച്ചാൽ ഡിജിറ്റൽ മീഡിയയുടെ ആധിപത്യം ഉള്ളൊരു കാലഘട്ടത്തിലാണ്. ഈ ഒരു കാര്യം എനിക്ക് ഒരു 6.5 വർഷം മുമ്പ് മനസ്സിലായ സമയത്താണ് ഞാൻ സോഷ്യൽ മീഡിയയുടെ സാധ്യതകളെ പറ്റി നോക്കിയത്. ഞാനത് പറ്റി ഭയങ്കരമായിട്ട് തള്ളണതല്ല. എൻ്റെ മൈൻഡിൽ ഞാൻ ഏവിയേഷനാണ് പഠിച്ചത്. ഓക്കെ, എനിക്ക് എൻ്റെ ഒരു പ്രൊഫസർ പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും ഒരു 5 വർഷം മുന്നോട്ടുള്ള കാര്യം എന്താണ്. ഞാൻ ഐൻസ്റ്റീൻ്റെ പേര് പറയാൻ വില്ലിംഗ് അല്ല, അത് വേറെ ഒന്നുമല്ല. അവര് കുറെ ഫ്രോഡ് നടത്തിയിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി വഴി ഉള്ള കുറച്ച്, അതുകൊണ്ടാണ് ഞാൻ പേര് പറയുന്നത്. പക്ഷെ അവിടുത്തെ ഒരു പ്രൊഫസർ ഉണ്ട്, സാർ പറഞ്ഞു എപ്പോഴും നമ്മൾ 5 വർഷം മുന്നോട്ടുള്ള കാര്യങ്ങൾ, 5 വർഷത്തിന് ശേഷം ഇവിടെ എന്തായിരിക്കും എന്നുള്ളത് ചിന്തിച്ചിട്ട് വേണം നമ്മളെപ്പോഴും നമ്മുടെ മുന്നോട്ടുള്ള ജേർണി ചെയ്യാം. അത് ഭയങ്കരമായിട്ട് അത് ഞാൻ പേഴ്സണലി എടുത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഈ യൂട്യൂബ് എന്നുള്ള സാധ്യത കുറെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് കേരളത്തിൽ തന്നെ. സുജിത് ഭക്തൻ, അതുപോലെ തന്നെ ഗാഡ്ജറ്റ് ഓൺ മലയാളം, ഇവരൊക്കെ എൻ്റെ ഫ്രണ്ടിലുള്ള എക്സാമ്പിൾസ് ആണ്. അങ്ങനെ ഞാൻ അവരെ രീതികൾ നോക്കി
അവരെങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് നോക്കി, യൂട്യൂബ് എന്ന സാധ്യതയെ പറ്റി നോക്കി ഞാൻ വീഡിയോസ് ചെയ്തു തുടങ്ങി. ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞപ്പോൾ എനിക്കറിയാമായിരുന്നു ഞാൻ അംഗീകരിക്കപ്പെടുമെന്ന്. എനിക്ക് എൻ്റെ ഒരു വീഡിയോയ്ക്ക് 1 കോടി വ്യൂസ് കിട്ടി. അങ്ങനെ ചാനൽ ബൂമായി. ഇതിന് മുന്നേ വ്ലോഗിങ്ങിലോട്ട് വരുന്നതിന് മുന്നേ എന്തെങ്കിലും ജോലി ചെയ്യുമോ? അങ്ങനെ ഞാൻ വ്ളോഗിങ്ങിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എനിക്ക് ഒരേ കമ്പനിയിൽ ഞാൻ 12 പ്രാവശ്യം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടാത്ത ആളാണ്. ഇൻഡിഗോ എയർലൈൻസിൽ 12 പ്രാവശ്യം 12ഓളം ഇന്റർവ്യൂ ഞാൻ കേരളത്തിന് പുറത്തും ഒക്കെ പോയിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടില്ല, റിജക്ഷൻ തന്നെയായിരുന്നു, അപ്പോഴെല്ലാം റിജക്ഷൻ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം എൻ്റെ വീട്ടിൽ ഈ പട്ടിണിയുടെ നമ്മൾ പഠിച്ച് കഴിഞ്ഞിറങ്ങി നിന്നിട്ട് നമ്മുടെ വീട്ടിൽ ഫിനാൻഷ്യൽ ടൈറ്റ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വീട്ടിൽ കാശ് എത്തിക്കുക, നീ പഠിക്കാൻ പോയി, ഓക്കെ ഫൈൻ, നീ ജോലിയുടെ കാര്യം ജോലി ആയിട്ടില്ല, ഇവിടെ വീട് ഓടണമെങ്കിൽ വീടിൻ്റെ ചിലവ് നോക്കണമല്ലോ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എങ്ങനെ എന്തെങ്കിലും ജോലിക്ക് പോവാം, എന്തെങ്കിലും ജോലിക്ക് പോയി കാശ് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഹോട്ടലിൽ ജോലിക്ക് വന്നത്. അവിടെ ഞാൻ ക്ലീനിങ്, അതുപോലെ ചിക്കൻ പൊരിക്കുക, ലൈക്ക് അങ്ങനെയൊക്കെ എനിക്ക് 450 രൂപ കിട്ടുമായിരുന്നു ഡെയിലി. എൻ്റെ വീട്ടിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ ഓടി പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആഫ്റ്റർ ദാറ്റ് എനിക്ക് 1 മാസം കഴിയപ്പോൾ എയർ ഇന്ത്യയിൽ നിന്ന് കോൾ വന്നു. പിന്നെ എയർ ഇന്ത്യയിൽ ജോലിക്കാറ്. ഇതിൻ്റെ ഇടയിൽ യൂട്യൂബ് ഉണ്ട്, ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള അപ്പോഴേ ഉണ്ട്, യൂട്യൂബ് ഒക്കെ അപ്പോഴേ ഉണ്ട്. ഞാൻ യൂട്യൂബ് ചാനൽ അപ്പോഴേ അന്നൊക്കെ എന്ന് വെച്ചാൽ വർഷത്തിൽ 3 വീഡിയോ അങ്ങനെയൊക്കെയുള്ള ബഡ്ഡിങ് സ്റ്റേജാണ്. എനിക്ക് ഒരു ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ഹോട്ടലിലൊക്കെ ജോലി എടുത്തു എന്ന് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്നത് മോശം എന്നുള്ള ഒരു സെൻസിലല്ല ഞാൻ പറഞ്ഞത്, ലൈക്ക് അങ്ങനെ ഒരു സംഭവമല്ല. എൻ്റെ വിഷം എനിക്ക് ആ ഉണ്ടായ സിറ്റുവേഷനിൽ എനിക്ക് ഡിഗ്രി ഉണ്ട്, ഞാൻ പഠിച്ചു, ലൈക്ക് എന്നിട്ട് എനിക്ക് ജോലി ഞാൻ ഉദ്ദേശിച്ച ഫീൽഡിൽ കിട്ടിയില്ല എന്നുള്ളതാണ്. ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന മേഖലയിൽ കിട്ടിയില്ല എന്നുള്ളതാണ്. പിന്നെ എനിക്ക് അവസാനം അത് എന്തുകൊണ്ട് അങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഫിനാൻഷ്യൽ ടൈറ്റ് എന്ന് വെച്ചാൽ എനിക്ക് അച്ഛനില്ല, എൻ്റെ അച്ഛൻ മരിച്ചുപോയി കുഞ്ഞിലെ. അപ്പം അതിൻ്റെതായുള്ള രീതിയിൽ എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് എന്നെ ഡിഗ്രി വരെ പഠിപ്പിക്കാൻ. ഞാൻ അത്രയും ഇതായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എന്താ പറയുക, നമ്മളൊരുപാട് അറിയാമല്ലോ ബുദ്ധിമുട്ട്. അതായത് ഒരു സിംഗിൾ പാരന്റഡ് ആയിട്ട് ഒരു ലേഡി അവരുടെ 2 മക്കളെ റേസ് ചെയ്യാന്ന് പറഞ്ഞാൽ, അത് എന്നെയും എൻ്റെ അനിയത്തിയെ റേസ് ചെയ്യാന്ന് പറയുമ്പോഴും ആ സമയത്തുള്ള ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. ലൈക്ക് അച്ഛനില്ലാത്തൊരു ഇതെന്ന് പറയുമ്പോൾ അമ്മ അത്രത്തോളം എന്താ പറയുക ഹേർട്ട് ചെയ്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. റിലേറ്റീവ്സിൽ പലരും ഉണ്ട്, നാട്ടുകാരിൽ ഒരു മെജോറിറ്റി ആൾക്കാരുണ്ട്. കാരണം നാഥനില്ല കളരിയിൽ ആർക്കും ലൈക്ക് മനസ്സിലായ, പ്രത്യേകിച്ച് ഒരു ലേഡി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വേദനിപ്പിക്കുന്നത് ഒരു സുഖമാണെന്ന് മനസ്സിലാക്കിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഇടയ്ക്ക് ചെണ്ട കൊട്ടുന്ന വീഡിയോസ് അങ്ങനെയുള്ളതൊക്കെ കണ്ടായിരുന്നു. എങ്ങനെ ചെണ്ട വായിക്കുന്ന ആളാണ്? ഞാൻ ഒരു 9 വർഷത്തോളം ചെണ്ട പഠിച്ചിട്ടുണ്ട്. ഞാൻ ട്രൂപ്പുകളിൽ പോയിട്ടുണ്ട്. ആ സമയത്ത് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ അച്ഛൻ ഒരു ദിവസം ഇതാണെങ്കിൽ ഇങ്ങനെ മേളത്തിനൊക്കെ പോകുന്ന കണ്ടിട്ട് അവരുടെ അടുത്ത് നിന്നിട്ട് എന്തോ കംപ്ലൈൻറ്റ് ചെയ്തു. അതായത് അവൻ ഇങ്ങനെ പയ്യന്മാരോടെയൊക്കെ നടന്നിങ്ങനെ ഇതായിട്ടാണ് നടക്കണേന്ന്. ഞാൻ ആ സമയത്ത് ഡിഗ്രി പഠിക്കുക. അപ്പൊ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ അച്ഛൻ കംപ്ലൈൻറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ സംഭവം വേണ്ടാന്ന് വെച്ചു. എനിക്ക് അന്നത്തെ ഭയങ്കര ആഗ്രഹമായിരുന്നു, ഒരു ചെണ്ടയൊക്കെ വാങ്ങിക്കണം, സ്വന്തമായിട്ട് ഒരു ട്രൂപ്പ് ഒക്കെ സെറ്റ് ചെയ്യണം, ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അത് നടന്നില്ല. പക്ഷെ അതങ്ങനെയൊക്കെ പോയി. ഇപ്പം എൻ്റെ ലൈഫിലാണെങ്കിലും ബന്ധുക്കള് വലിയ സപ്പോർട്ടീവ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. അപ്പം ബന്ധുക്കള് ശത്രുക്കളാണ് എന്ന് പറയുന്ന ഒരു രീതിയോട് എല്ലാരെയും ബന്ധുക്കളായിട്ട്, അതായത് നമുക്കിപ്പം ബ്ലഡ് റിലേഷൻ ഉണ്ട്, നമുക്ക് ഒരുപാട് ബ്രാഞ്ചസിൽ ബന്ധുക്കളുണ്ട്, അടുത്ത ബന്ധുക്കളുണ്ടാവും, അകന്ന ബന്ധുക്കളുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയാണ്. ഇവരെല്ലാവരും കോമൺലി നമ്മളെ ബന്ധുക്കൾ എന്ന് പറയാമല്ലോ. പക്ഷേ ശരിക്കുള്ള ബന്ധുക്കൾ ശത്രുക്കളെന്ന് പറയാൻ പറ്റില്ല. നമ്മളെ ബന്ധങ്ങളിലുള്ളവര് ചിലര് നമ്മുടെ ശത്രുക്കളാണ്. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളായിട്ട് ഞാൻ കണക്കാക്കുന്ന ആൾക്കാരെല്ലാം വളരെ നല്ല ആൾക്കാരാണ്. അതായത് എനിക്ക് ഒരുപാട് ആൾക്കാർ എൻ്റെ ഫാമിലി ബ്രാഞ്ചസിലുണ്ടെങ്കിലും ഞാൻ വളരെ സെലക്റ്റീവായിട്ട് കുറച്ച് ആൾക്കാരെ മാത്രമേ ഞാൻ എൻ്റെ റിലേറ്റീവ്സ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. കാരണം വെച്ചാൽ ബാക്കിയുള്ള ആൾക്കാരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, കാര്യങ്ങൾ, സംഭവങ്ങൾ, അവർ നമ്മളെ ജഡ്ജ് ചെയ്തിരുന്ന രീതി, കാര്യങ്ങളൊക്കെ ഈ ചൈൽഡ്ഹുഡ് മുതലേ കണ്ടു വന്നതുകൊണ്ട് എൻ്റെ എന്താ പറയാ, ഞാനൊന്ന് സ്റ്റാൻഡ് ആയ സമയത്ത് ഞാൻ എടുത്ത തീരുമാനമാണ്. അകറ്റി നിർത്തേണ്ടവർ അകറ്റി നിർത്തുക, ചേർത്ത് നിർത്തേണ്ടവർ ചേർത്ത് നിർത്തുക. അപ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ടും വീഡിയോ എടുക്കുമ്പോൾ നമുക്കെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ഇടണം എന്നില്ല, അതിൽ നെഗറ്റീവ്സും വരാം. അപ്പൊ ഈ നെഗറ്റീവ് ഇങ്ങനെ റിവ്യൂ ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുവോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ നെഗറ്റീവ് റിവ്യൂസ് അത് ഇട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. അതായത് ഞാൻ നെഗറ്റീവായിട്ട് ഇട്ടിട്ടുള്ളിടത്തുനിന്ന് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തില്ല, വീഡിയോ റിമൂവ് ചെയ്യാവുന്ന റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഞാൻ വേണമെങ്കിൽ പേര് പറയാം, തലപ്പക്കെട്ടി. എനിക്ക് അവിടുത്തെ ബിരിയാണി ഇഷ്ടപ്പെട്ടില്ല, ഞാനത് വീഡിയോയിൽ പറഞ്ഞു. എൻ്റെ അതേ അഭിപ്രായമുള്ള ഒരുപാട് ആൾക്കാർ അതേപോലെ കമന്റ് ചെയ്തു. ലാസ്റ്റ് എന്നെ കർണാടകയിൽ നിന്ന് അതിന്റെ ഹെഡിൽ നിന്ന് എന്നെ ഒരാൾ വിളിച്ചു,
അപ്പൊ ആളെന്നെ വിളിച്ചിട്ട് റിക്വസ്റ്റ് ആണ് ചെയ്തത്. എന്താ വെച്ചാൽ ഇങ്ങനെ നിങ്ങളുടെ വീഡിയോ റിമൂവ് ചെയ്യാവോ എന്നുള്ള ഇല്ല എനിക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഓ ജസ്റ്റ് അത്രേ ഉള്ളൂ. അല്ലാതെ എന്നെ ഇന്നേവരെ നീ നെഗറ്റീവ് റിവ്യൂ ഇട്ടു എന്ന് പറഞ്ഞിട്ട് നിന്നെ കൊല്ലും അങ്ങനെയൊന്നും ആരും അങ്ങനെ അത്രയും റോങ് ആയിട്ട് പോകുന്ന രീതി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ ഞാൻ ഇട്ടിട്ടുള്ള റിവ്യൂസിൽ നെഗറ്റീവ് റിവ്യൂ എന്ന് പറഞ്ഞാൽ 3 എണ്ണം എങ്ങനെ കാണുള്ളൂ. 3 റിവ്യൂസ് എന്താ ഉള്ളൂ. അത് 3 ഞാൻ വളരെ എന്താ പറയുക അവരെ കൊല്ലണ രീതിയിലൊന്നും അല്ല റിവ്യൂ ആണ്. ലൈക്ക് എനിക്കിത് ബുദ്ധിമുട്ടായി അല്ലെങ്കിൽ ഇത് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു എന്നേ പറയാറുള്ളൂ. ഇനിയിപ്പം ക്യാഷ് തന്നിട്ട് ആരെങ്കിലും നല്ലൊരു റിവ്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ക്യാഷ് തന്നിട്ട് നല്ലൊരു റിവ്യൂ ചെയ്യണമെന്നല്ല, ബ്രാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. ഞാൻ കാശ് വാങ്ങാറുണ്ട്, കാശ് വാങ്ങിച്ചിട്ട് ഞാൻ വീഡിയോ ഇടാറുണ്ട്. ഹോണസ്റ്റ്ലി പറയാം, ഞാൻ പെയ്ഡ് റിവ്യൂ ഇടാറുണ്ട്. അതെ സീരിയസ്ലി അതെ ഞാൻ പെയ്ഡ് റിവ്യൂ ഇടാറുണ്ട്. പക്ഷേ മോശപ്പെട്ട ഫുഡ് കഴിച്ചിട്ട് നല്ലതെന്ന് പറഞ്ഞിട്ട് ആരെയൊന്നും കാശ് വാങ്ങിച്ചിട്ടില്ല. അത്രേ ഉള്ളൂ. അതായത് മോശപ്പെട്ട ഫുഡ് എനിക്ക് തന്നിട്ട് ഇത് നല്ലതെന്ന് പറഞ്ഞ് നീ ഇത് ഞാൻ നിനക്ക് 5 ലക്ഷം രൂപ തരാം, അതല്ല. ആ പരിപാടി ഞാനെന്നല്ല ഒരു ഫുഡ് വ്ളോഗേഴ്സും ചെയ്യാറില്ല ഹോണസ്റ്റ്ലി. ഇവിടെ നിങ്ങൾ കാണുന്ന എനിക്ക് ഈ കമ്മ്യൂണിറ്റി അറിയാം. ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ പോലും ഞാൻ പറയാണ് മോശപ്പെട്ട ഫുഡിനെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാശ് വാങ്ങിച്ച് വീഡിയോ ചെയ്യത്തില്ല. അത് എന്റെ മാത്രം പ്രത്യേകതല്ല, ഞാൻ ഈ ഫീൽഡിൽ കണ്ടുള്ള ആൾക്കാരുടെ മര്യാദയാണ്. ഇപ്പൊ പറഞ്ഞ പോലെ സ്ട്രോങ് ആയിട്ട് എപ്പോഴെങ്കിലും അങ്ങനെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇങ്ങനെ ചെയ്യത്തില്ല അത് അങ്ങനെ ഇല്ല. എന്റെ അടുത്ത് ഇന്നവർ ആരും അങ്ങനെ വിളിച്ചിട്ട് നമ്മളെ ഫുഡ് മോശമാണ് പക്ഷെ നീ വന്നിട്ട് കഴിച്ചിട്ട് നല്ലതാണെന്ന് എന്റെ അടുത്ത് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്റെ അടുത്ത് ആരും അങ്ങനെ പറയുന്നില്ല. എല്ലാവരും പറയണ എങ്ങനെയാണ്, ബ്രോ വന്ന് ഫുഡ് ഒന്ന് കഴിച്ചു നോക്കണം, ബ്രോയ്ക്ക് ഇഷ്ടപ്പെട്ട റിവ്യൂ അതിനെന്താണ് ചെയ്യേണ്ടത്. ഞാൻ പറയാം യൂഷ്വലി എൻ്റെ ചാർജസ് പറയാറുണ്ട്. എനിക്ക് വീഡിയോ മേക്കിംഗ് കോസ്റ്റ് ആയിട്ട് 45,000 രൂപ ആവും, അല്ലെങ്കിൽ 25,000 രൂപ ആവും. അതിനകത്ത് എനിക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് ഇങ്ങനെ ഒരു കോസ്റ്റ് ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് ബ്രാൻഡിങ് ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് ബ്രാൻഡ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ബ്രാൻഡ് സൊല്യൂഷൻസ് എൻ്റെ ഉണ്ട്. എനിക്കൊരു ടീമുണ്ട്. അങ്ങനെ അവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ, അങ്ങനെ ഒരു ബ്രാൻഡിൻ്റെ എൻ്റെ വർക്ക് ഞാൻ കോട്ട് ചെയ്തെടുക്കാറാണ് പതിവ്. ഇപ്പോ ഈ റീസെന്റ് ആയിട്ട് ഒരു ഇഷ്യൂ നടന്നില്ലേ, കാറ് തല്ലി, അത് എന്തായിരുന്നു അതിന്റെ ഒരു വാസ്തവം പറയാം? അതിന്റെ വാസ്തവം എന്ന് വെച്ചാൽ എന്റെ നാട്ടില് കുറച്ച് ചേട്ടന്മാരുണ്ട്. എനിക്ക് വളരെ അഗ്രഷനോടുകൂടി ഈ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി എടുത്തുള്ള ഇന്റർവ്യൂസ് ഉണ്ട്. പക്ഷെ ഇന്ന് ഞാൻ വളരെ സമാധാനമായിട്ട് ഞാൻ അവർ ഇന്റർവ്യൂ കാണണമെങ്കിൽ ചേട്ടാ ഞാൻ ഓക്കെ ആണ് എന്ന് പറയാനായിട്ട് ഞാൻ ഇതാണ്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ സംഭവം ഇദ്ദേഹം എൻ്റെ അടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പുള്ളി വെള്ളം ഒടിക്കാനൊക്കെ ആയിട്ട് പൈസ ചോദിക്കും. പുള്ളി ഞാൻ താമസിച്ച നെട്ടാന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ വാളിക്കോട് ജംഗ്ഷൻ തൊട്ട് ഹൗസിംഗ് ബോർഡ് അറ്റം വരെയും ഒരൊറ്റ റോഡാണ്. അപ്പൊ അവിടെ നിന്ന് നടന്ന് ഈ റോഡ് തീരുന്നതിൻ്റെ അകത്ത് വെച്ച് കാണുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പൈസ ചോദിച്ച് ഒരു വലിയ എമൗണ്ട് ആക്കി അവിടെ നേരെ സിവിലിൽ പോയി സാധനം എടുത്ത് അടിക്കുന്ന സ്കീമിലുള്ള ആൾക്കാരുണ്ട്. എന്റെ കാർ അടിച്ച് വിട്ടിച്ച ആൾ മാത്രമല്ല, അതുപോലുള്ള ചിലവന്മാർ അവിടെ ഉണ്ട്. കാരണം ഇവർക്ക് പ്രത്യേകിച്ച് ജോലിയില്ല. അവരുടെ കല്യാണപ്രായം കഴിഞ്ഞിട്ട് അവർക്ക് കല്യാണങ്ങൾ നടക്കാറില്ല. അങ്ങനെ ആ ഏരിയക്കായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ചേട്ടൻ ഒരു ദിവസം ഈ ഇൻസിഡന്റ് ഉണ്ടാവണം എങ്ങനെയാണ്, ഈ ചേട്ടൻ പാസ് ചെയ്ത് വരുന്ന വഴിയിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ച് ഇരിക്കുകയായിരുന്നു ഫോണിൽ. പുള്ളിക്കാരി എൻ്റെ കൂട്ടുകാരി. അപ്പൊ ഞാൻ അവള് തമ്മിൽ ഉടങ്ങിക്കൊണ്ടിരിക്കാം, സംസാരിച്ചുടക്കാം. ഇടയ്ക്ക് ഇങ്ങനെ പ്രശ്നമായിട്ട് സംസാരിച്ച് ഞാനിങ്ങനെ അതിന്റെ ഒരു മൈൻഡ് സെറ്റിങ് നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി എന്നെ കണ്ടിട്ട് കാർത്തികേ ഗൂഗിൾ പേയിൽ ഒരു 300 രൂപ അയച്ചടാന്ന് പറഞ്ഞു. വെറുതെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ ഇല്ലാന്ന് പറഞ്ഞു. ചേട്ടാ എൻ്റെ ഇല്ല, ഞാൻ തിരക്കാണ് കേട്ടാന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ അതിന് മുന്നേ പുള്ളി ചോദിച്ചിട്ടുണ്ട്. അതിന് മുമ്പേ പുള്ളി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ മനുഷ്യന് 5 പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ പോയിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പുള്ളിയുടെ ഒരു പട്ടിയുണ്ട്, പുള്ളിയുണ്ട്. രണ്ടുപേരുടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ എന്നിട്ട് അവളോട് സംസാരിച്ചോണ്ടിരിക്കാം. എന്നിട്ട് പുള്ളി ഡേയ് നീ മറ്റേ വലിയ സംഭവം അല്ലേ, നീ യൂട്യൂബർ അതൊക്കെ ഇല്ല, നിനക്ക് 300 രൂപ എടുക്കാൻ നിന്റെ ഇല്ലടാ എന്ന് വെച്ചിട്ട് പുള്ളി എന്നെ അങ്ങനെ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എന്റെ ടോണ് മാറി. ഞാൻ തിരിച്ചു പറഞ്ഞു, നീ എന്റെ വീട്ടിൽ കൊണ്ട് നന്നേക്കണം എന്ന് പറഞ്ഞു. ഞാൻ റോങ്ങായി നീ നന്നേക്കണം എനിക്ക്. നിനക്ക് 300 രൂപ തരണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നിട്ട് അയാൾ പറയുകയും ചെയ്തു, ചേട്ടാ നിങ്ങൾ ആഹാരം കഴിക്കാനാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ചു തരാം, അത് നീ പൈസ തന്നാ മതി, പൈസ ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നീ അറിയണ്ടെന്നുള്ള രീതിയിൽ പിന്നെ പുള്ളിൻ്റെ അടുത്ത് റോങ്ങായി. അപ്പൊ ഇതാണ് എനിക്ക് ഇത് ഇങ്ങനെ ചൊറിയായി. അപ്പൊ ഞാൻ നിൽക്കുന്ന എന്റെ സ്റ്റേറ്റ് വേറെയാണ്, പുള്ളിയുടെ രീതിയിലായിട്ട് നിൽക്കാം. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് പോവെന്നെന്തോ പറഞ്ഞു. പുള്ളി ഞാൻ എന്തോ പറഞ്ഞു പോവെന്നോ താൻ പോടോന്നോ അങ്ങനെ എന്തോ ഞാൻ അയാളെ പറഞ്ഞു. അയാളെ പറഞ്ഞിട്ട് ഞാനാണ് പോയത്, അയാൾ പോയില്ല. അയാൾ അവിടെ കല്യാണം കഴിക്കുക, ഞാൻ പോടോ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. പിന്നെ അതിനുശേഷം ഒരു ദിവസം പുള്ളിനെ ഫോൺ വിളിച്ചിട്ട് എൻ്റെ ഒരു ഫാമിലി പ്രോബ്ലത്തിന്റെ ഇടയിൽ പുള്ളി മറ്റേ റോൾ ഇറക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നമ്പറിൽ വിളിച്ചു. ഫാമിലി പ്രോബ്ലത്തിന്റെ അകത്തോട്ടോ എൻ്റെ നമ്പറിലാണ് വിളിച്ചത്. അന്ന് ഞാൻ ഇതുപോലെ ഒരു കല്യാണത്തിന്റെ കാറ്ററിംഗിന്റെ വീഡിയോ ചെയ്ത് ഒരു 500 ക്ലിപ്പ് ഞാനും 2 മൊബൈൽ ഫോണും ഒരു ലാപ്ടോപ്പും വെച്ചിട്ട്
ഇതെങ്ങനെ എഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ താടി കൈ എടുത്തിരിക്കുക. കാരണം അത്രയും ക്ലിപ്പുണ്ട്, ഇത് 59 സെക്കൻഡിലോട്ട് ആക്കണം. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന സമയത്താണ് അങ്ങനെ എന്നെ വിളിച്ചത്. അപ്പൊ ഞാന് ആകപ്പാടെ പ്രാന്തർത്തിക്കുന്ന സിറ്റുവേഷനാണ്. കാരണം വർക്ക് ആ സമയത്ത് ഇഷ്ടം പോലെ ഉണ്ട്, ഇവർക്കെല്ലാം വർക്ക് വീഡിയോ കൊടുക്കണം, ഭയങ്കര പ്രശ്നം ചെയ്യുക. അപ്പൊ ഇയാൾ എന്നെ വിളിച്ചപ്പോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്നെ ഫോൺ വിളിച്ചു, ഞാൻ മാന്യമായിട്ട് ചോദിച്ചു അത് ആരാണ് എന്താണ്. എന്റെ കോൾ റെക്കോർഡൊക്കെ അവരുടെ യൂട്യൂബിലുണ്ട്. അപ്പം വിളി പറഞ്ഞു അത് നിന്റെ വീട്ടിലിരിക്കണം, നിന്റെ അമ്മയ്ക്ക് അറിയണമെന്ന് പറഞ്ഞു. എനിക്ക് അത് ഭയങ്കരമായിട്ട് എനിക്ക് കാരണം എന്റെ അമ്മയെ ലൈക്ക് അങ്ങനെയൊക്കെ പറയണത് വളരെ അത് ശുദ്ധ പോക്കറ്റത്തിലാണ്, അങ്ങനെ ആരോട് സംസാരിക്കല്ലോ, അത് വളരെ മോശമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അയാളെ ചീത്ത വിളിച്ചത്. അയാൾക്കല്ലേ പറയടാ ഞാൻ ഷിബു ആണ് ഇങ്ങനെ സംസാരിക്കാം. ഇത് ഇയാൾ വീട്ടിലിരിക്കണം എന്റെ അമ്മയ്ക്ക് അറിയാണെന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യം എന്നെ ചൊടിപ്പിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഇയാളെ ഞാൻ ചീത്ത വിളിച്ചത്. ഞാൻ തന്നെയാണ് അയാളെ ചീത്ത വിളിക്കുന്നത്, ഫോണിൽ ഞാൻ ചീത്ത വിളിക്കും. ഞാൻ നല്ല രീതിയിൽ ഞാൻ തള്ളക്ക് വിളിച്ചു, തന്തയ്ക്ക് വിളിച്ചു, എനിക്ക് അറിയാവുന്ന എല്ലാത്തിനെയും ഞാൻ അയാളെ വിളിച്ചു. ഈവൻ ഞാൻ അയാളുടെ പറഞ്ഞു കൂടുതൽ റോൾ ഇറങ്ങണേ ഞാൻ ഇടിക്കും അടിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ അയാളുടെ ഞാൻ പെട്ടെന്ന് ഇതായി, ഞാൻ എന്റെ ക്യാരക്ടറിന് കുഴപ്പം, ഞാൻ അയാളെ ഇത് ചെയ്താ. എന്നാൽ ഇയാള് രാത്രി വന്ന് എന്റെ കാർ അടിച്ച് പൊട്ടിച്ചിട്ട് പുള്ളി അങ്ങ് പോയി. പുള്ളി ഒറ്റയ്ക്കായിരുന്നോ അതോ പുള്ളിയോട് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു? ആ ടൈമിൽ ബ്രോ അത് ഞാൻ കണ്ടോണ്ടിരിക്കുക. ഞാൻ എന്റെ ജനലോട് നോക്കിയ സമയത്ത് പുള്ളി ഈ പറയുന്ന പോലെ ആൾക്കാരൊക്കെ ആയിട്ട് നിൽക്കുക. ഞാൻ വീണ്ടും വെളിയിൽ ഇറങ്ങി, പുള്ളി ഞാൻ കണ്ടു. പുള്ളി മണ്ടനാണ്. കാരണം ഇയാള് തോർത്ത് മൂടി വന്നിട്ട് എന്തിന് ഇയാൾ തോർത്ത് ഇങ്ങനെ ഓപ്പൺ ആക്കി എനിക്ക് ഇവിടെ മനസ്സിലാവണം. ഇയാളല്ലാന്ന് അറിയിക്കാനാണെങ്കിൽ ഇയാള് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഇയാള് തോർത്തിട്ടോണ്ട് വരേണ്ട ആവശ്യമില്ല. ഇയാളങ്ങനെയാണ്. അയാളെ തോർത്തൂരില്ലായിരുന്നു, എനിക്ക് അയാൾ ആണെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അപ്പൊ അയാൾ ജസ്റ്റ് ആ ഒരു എനിക്ക് ഷോക്കായി. ഞാൻ നോക്കുമ്പം എന്റെ കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ് രണ്ടടിച്ചിട്ട്, എന്നിട്ട് ഞാൻ ആലോചിക്കുന്നു ഈശ്വര ഫ്രണ്ട് ഗ്ലാസ് മാത്രമായിരിക്കണേ. വണ്ടിയിൽ ചെന്ന് നോക്കിയ സമയത്ത് വണ്ടി അട്ട പടലം. ഞാൻ വിചാരിച്ചു ഫ്രണ്ട് ഗ്ലാസ് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, ഒരു 10-20,000 രൂപയ്ക്ക് ഗ്ലാസ് മാറിയിടാം, കുഴപ്പമില്ല. ഇത് വണ്ടി ഫുള്ള് ബോഡിയൊക്കെ അടിച്ച് പൊട്ടിച്ച് വണ്ടി അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ ഞാൻ കേസ് ലീഗലി തന്നെ പോയി. ഇതൊക്കെ ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുക. എന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ വണ്ടി ഞാൻ പുത്തം പുതുതായിട്ട് തിരിച്ചിറങ്ങി. ആ വണ്ടി നിങ്ങളുടെ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. അതെ. ആ വണ്ടി എനിക്കെന്ന് വെച്ചാലേ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു, ആ കാർത്തിക് നീ പുതിയ വണ്ടി എടുത്ത് കാണിക്കണം, നീ BMW ബെൻസ് കാണിച്ചു വിടും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. കാരണം എന്റെ കാർ ഞാൻ ഇപ്പോഴും പറയണേ, ഞാൻ ഉപയോഗിക്കുന്ന കാർ എനിക്ക് പട്ടിണി അടക്കേണ്ടെന്ന് കൂടി ഞാൻ ആ കാർ കൊടുക്കൂല. അത് ഞാൻ അത്രയും ആ കാർ ഞാനും തമ്മിലുള്ള ഒരു ബന്ധം, കണക്ഷൻ ഉണ്ട്. കാരണം എന്റെ അമ്മയുടെ പ്രാർത്ഥന, എന്റെ അമ്മ ആ കാറിനെ നോക്കി പറയും എന്റെ മക്കളെ നീ സേഫ് ആയിട്ട് കൊണ്ടുവരണം എന്ന്. ഞാൻ ഓരോ ഇതിൽ പോകുമ്പോഴും എന്റെ അമ്മ നമ്മളെ വീട്ടിൽ അങ്ങോട്ടാ കാറ്, മനസ്സിലായോ? ഇപ്പൊ എന്റെ വീട്ടിൽ ഒരാളുടെ ഒരു അപ്പൂപ്പനോ അല്ലെങ്കിൽ ഒരാള് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി, ആൾക്ക് വയ്യാതായി. നമ്മള് വയ്യാതായെന്ന് പറയാൻ ആളെ എടുത്ത് കളയും, എന്നിട്ട് പകരം വേറെ ആരെങ്കിലും കൊണ്ടുവയ്ക്കും? ഇല്ലല്ലോ. ആളെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാക്സിമം ക്യൂർ ചെയ്ത് നമ്മൾ തിരിച്ചാളെ ലൈഫിലോട്ട് കൊണ്ടുവരും. നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അത് തന്നെ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം കാർ എന്നൊക്കെ പറഞ്ഞ ഈ വാഹനം എന്ന് പറയുന്ന സാധനമില്ല, ഭയങ്കര സത്യമുള്ള സാധനമാണ്. നമ്മുടെ ലൈഫിനെ നമ്മള് എന്താ പറയാ, അത് ഒരു വല്ലാത്ത സംഭവമാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ ഒരു കാർ അല്ലെങ്കിൽ നമ്മളൊരു വാഹനം വരുമ്പോൾ അതിന് ശേഷം ഉണ്ടാവണം നമ്മുടെ ലൈഫിന്റെ ഒരു ഇതുണ്ട്. ആ കാർ വന്നതിന് ശേഷം എനിക്ക് എന്റെ ലൈഫിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ യൂട്യൂബിലെ ഷോർട്സ് കമ്മ്യൂണിറ്റി അംബാസഡർ ആവണത്, എനിക്ക് വലിയ വലിയ ഫണ്ടിങ് ഉള്ള ഈവെന്റ്സ് വരുന്നത്, ഫേസ്ബുക്കിലേക്ക് ഈവെന്റ്സ് വരുന്നത്, ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് റിലേഷൻഷിപ്സ് പ്രോപ്പറായിട്ട് ഉണ്ടായത്. ഞാൻ ആക്ച്വലി എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ഞാൻ കമ്മിറ്റഡ് അല്ല, ഞാൻ കാഷ്വൽ റിലേഷൻഷിപ്പ് മാത്രം നോക്കി നടക്കുന്ന ഒരാളാണ്. അതിന്റെ റീസൺ വേറൊന്നുമല്ല, എനിക്ക് കമ്മിറ്റ്മെന്റിനോട് താല്പര്യമില്ല, ലൈക്ക് അങ്ങനെയൊന്നുമല്ല. എനിക്ക് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇപ്പോഴ് എന്താ പറയുക, ഒരു സീരിയസ് റിലേഷൻഷിപ്പിനകത്ത്, അതായത് ഒരു റിലേഷൻഷിപ്പിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ഇല്ല എന്നുള്ളതാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, എൻ്റെ ഫാമിലി മാത്രമല്ല. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും ഞാൻ ഔൾസ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട്, അതായത് ഔൾസ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതെന്ന് വെച്ചാൽ ഡിസൈനേഴ്സ് അതുപോലെ തന്നെ എഡിറ്റേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണ്, അവരുടെ ബ്രാൻഡിന്റെ ഫേസ് ആണ് ഞാൻ. അപ്പൊ എന്റെ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു സീരിയസ് റിലേഷൻഷിപ്പാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അൾട്ടിമേറ്റ്ലി പറഞ്ഞുതരാം. ഞാൻ ഒരു പെൺകുച്ചായിട്ട് റിലേഷൻഷിപ്പിലായി, അവർക്ക് കൊടുക്കാൻ എനിക്ക് ടൈം ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ആ ക്വസ്റ്റ്യൻ എന്റെ ലൈഫിൽ ലോക്ക് ചെയ്തിങ്ങനെ എന്തെങ്കിലും കാര്യമില്ല. അത്രേ ഉള്ളൂ, ബേസിക്കലി അത്രേ ഉള്ളൂ. എനിക്ക് കൊടുക്കാൻ, എനിക്ക് അവള് വിളിക്കുന്ന സമയത്ത് അവളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കാണാനോ ഒന്നും സമയം കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ പിടിച്ചിടുന്നതിന്റെ ആവശ്യം വെറുതെയാണ്. അയാൾ എന്റെ ലൈഫിൽ വെറുതെ ഇങ്ങനെ ട്രോമ ബോണ്ടിങ്ങിലേക്ക്, അത് ഭയങ്കര ടോക്സിക് ഉള്ള കാര്യമാണ്. എന്റെ മുമ്പത്തെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിന്റെ റീസൺ അതാണ്.
ഓ എനിക്ക് സീരിയസ്ലി കൊടുക്കാൻ സമയമില്ല കൊടുക്കാൻ സമയമില്ല. ഞാൻ അവൾ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്, നമ്മൾ സംസാരിക്കാറുണ്ട്, നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് ഈ കാര്യം തന്നെയാണ് പറയുന്നത്. കാരണം എനിക്ക് അവൾക്ക് കൊടുക്കാനായിട്ട് ടൈമില്ലായിരുന്നു. അവൾക്ക് ആ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടായിരുന്ന ടൈമാണ്. അപ്പൊ അത് എന്റെ ലൈഫിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റുമാണ്. കാരണം ഞാൻ ഒരു റിലേഷൻഷിപ്പിലാവുകയും എന്നാൽ എനിക്ക് നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമുക്ക് അവൈലബിൾ ആവാൻ പറ്റാത്തതിലുള്ള, കാരണം ഞാൻ അവളുടെ റിലേഷൻഷിപ്പ് ആയ സമയത്ത് ഞാൻ ഈ ഷൂട്ടിന് ഇടുക്കിയിലോ മൂന്നാറിലോ അവിടെ ഇവിടെയൊക്കെ പോകും. ഇവളെന്നെ വിളിക്കുമ്പോൾ ഞാൻ കോൾ എടുക്കാറില്ല. ഇപ്പൊ അവൾക്ക് അവളുടെ ജോബും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒരു ഇത്തിരി നേരം സംസാരിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ, കാണാൻ പോകുന്നില്ല ഞാൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതെനിക്ക് അത് ഞാൻ ചെയ്ത തെറ്റാണ്, എന്റെ തെറ്റാണ്. അത് എനിക്കത് ഇവിടെ പറയണമെന്നോ തോന്നി. അത് സ്റ്റിൽ കോണ്ടാക്ട് ആണ്, നല്ല സുഹൃത്താണ്. അത് പുള്ളിക്കാരി ഇപ്പം പുതിയൊരു മാരേജിലോട്ട് കടക്കാൻ പോവാണ്. എനിക്ക് നല്ലൊരു ക്യാമറ ഒക്കെ മേടിച്ചിട്ടാന്ന് പറഞ്ഞു. എന്റെ ഭയങ്കര കാര്യമാണ്. ഓക്കെ, ലൈക്ക് മോർ ദാൻ എവരിത്തിങ് ഷീസ് ലൈക്ക് എന്താ പറയാ, സാധാരണ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഒന്നി അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞ് ചീത്ത വിളിച്ച് അവന്റെ കുറ്റം പറഞ്ഞ് ലൈക്ക് അങ്ങനെ. ഇത് അങ്ങനെയല്ല. അത് ഞാൻ അവളെ റെസ്പെക്ട് ചെയ്യണം അവിടെയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കാർത്തി ഞാൻ എൻ്റെ പ്ലാനിങ് എങ്ങനെയൊക്കെയാണ്, നീ നോക്കോ, ഞാൻ ഒന്ന് സെറ്റിൽ ആയി കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ക്യാമറ ഞാൻ ഗിഫ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് അതാണ് നല്ല സുഹൃത്തുക്കളായിട്ട് അങ്ങനെ. ആ സൗഹൃദത്തിന് ഞാൻ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്നുണ്ട്.